Dear students, here is your new English textbook Kaveri. The first chapter includes one prose, that is How I Taught My Grandmother to Read by Sudha Murthy, and the poem Bharat Our Land by Subramanya Bharati. അപ്പോൾ നിങ്ങളുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് കാവേരി എന്നാണ്. ഒന്ന് കന്നഡ റൈറ്ററായ സുധാമൂർത്തി എഴുതിയ ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്നുള്ള ഒരു ചെറിയ കഥയും, പിന്നെ ഭാരത് അവർ ലാൻഡ് എന്നുള്ള ഒരു പെട്രിയോട്ടിക് പോം, സുബ്രഹ്മണ്യ ഭാരതി എഴുതിയ ഒരു പെട്രിയോട്ടിക് പോമുമാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇതിൽ ഗ്രാമർ, പ്രോസിന് ശേഷം ഗ്രാമറുണ്ട്, വൊക്കാബുലറി ആൻഡ് സ്ട്രക്ചർ, കോണ്ടെക്സ്റ്റ് പഠിക്കാനുണ്ട്, അതുപോലെ റൈറ്റിംഗ് ടാസ്ക്, ലെറ്റർ എഴുതാൻ ഇതിൽ തന്നെ നിങ്ങൾക്ക് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ചാപ്റ്റർ. ഇറ്റ് ഈസ് സുധാമൂർത്തിസ് വെൽ നോൺ ഓട്ടോബയോഗ്രഫിക്കൽ സ്റ്റോറി about a 12-year-old girl who teaches her 62-year-old grandmother, Krishtaka, to read Kannada. The story is set in a village in North Karnataka and revolves around the grandmother's deep desire to read the serial novel Kashi Yatra on her own. It celebrates literacy as a path to independence and dignity and ends with deeply moving gesture. The grandmother touching her granddaughter's feet as a mark of respect for her teacher. അപ്പോൾ ഇത് സുധാമൂർത്തിയുടെ ജീവിതത്തിലെ തന്നെ ഒരു കഥയാണ്. അവർക്ക് 12 വയസ്സ് പ്രായമുള്ളപ്പോൾ 62 വയസ്സ് പ്രായമുള്ള അവരുടെ ഗ്രാൻഡ് മദർ കന്നഡ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് നോർത്ത് കർണാടകയിലെ ഒരു വില്ലേജിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ സുധാമൂർത്തിയുടെ ഗ്രാൻഡ് മദറിന് ഒരു മാഗസിനിൽ എല്ലാ ആഴ്ചയിലും വന്നുകൊണ്ടിരുന്ന ഒരു കഥ വായിക്കാൻ, കാശി യാത്ര എന്നുള്ളൊരു കഥ വായിക്കാനുള്ള ആഗ്രഹമുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗ്രാൻഡ് മദർ ഇല്ലിറ്ററേറ്റാണ്, അവർക്ക് വായിക്കാനറിയില്ല. അപ്പോൾ ഇത് ലിറ്ററസിയുടെ അല്ലെങ്കിൽ അക്ഷരാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. പിന്നെ ഭാരത സംസ്കാരത്തിൻ്റെ ഒരു മഹത്തായ കാര്യവും കൂടി ഇവിടെ പറയുന്നുണ്ട്. കൊച്ചുമകൾ വലിയമ്മയെ പഠിപ്പിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ ആ ഗ്രാൻഡ് മദർ തൻ്റെ ഗ്രാൻഡ് ഡോട്ടറിൻ്റെ കാലിൽ തൊട്ട് പ്രായമോ അവളുടെ ജെൻഡറോ ഒന്നും കണക്കാക്കാതെ ഒരു അധ്യാപകനെ, ഒരു ടീച്ചറെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം, അതാണ് ഭാരത സംസ്കാരം എന്നുള്ള കാര്യം ഇവിടെ ഈ കഥയിലൂടെ ഗ്രാൻഡ് മദർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ബിഫോർ ദ സ്റ്റോറി സ്റ്റാർട്ട്സ് there is a word verb. There is a question in the middle box and you have to answer for that. The question is that why is it important to learn how to read and write? എഴുതാനും വായിക്കാനും പഠിക്കുക എന്നുള്ളത് എത്ര പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നാമത്തേത്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഹെൽപ്പ് us ഗെയിൻ നോളജ് ആൻഡ് ബിക്കം ഇൻഡിപെൻഡൻറ്റ് ഇൻ ഡെയിലി ലൈഫ്. നമുക്ക് വായിക്കാനും എഴുതാനും അറിയാമെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾക്ക് ആരെയും ആശ്രയിക്കേണ്ടി വരില്ല, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇനി ലിറ്ററസി ഓപ്പൺസ് ഡോർസ് ടു ബെറ്റർ എംപ്ലോയ്മെൻറ്റ് ആൻഡ് എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ്. നമുക്കറിയാം, വിദ്യാഭ്യാസമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ജോലി സാധ്യതയും സാമ്പത്തിക സുരക്ഷിതത്വവും ലഭിക്കുകയുള്ളൂ. ദെൻ ഇറ്റ് അലൗസ് അസ് ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി ആൻഡ് എക്സ്പ്രസ് അവർ തോട്ട്സ് ക്ലിയർലി. നമുക്കൊരു പ്രശ്നമുണ്ടായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരാവശ്യമുണ്ടായിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ളത് എഫക്റ്റീവായിട്ട് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് എന്താവശ്യമാണ്? എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലിറ്ററസി ആവശ്യമാണ്. സെക്കൻഡ് എക്സർസൈസ്, റീഡ് ദ ഫോളോയിങ് പാസേജ്. മാച്ച് ദ ഹൈലൈറ്റഡ് വേർഡ്സ് വിത്ത് ദെയർ മീനിങ്സ് ഗിവൺ ഇൻ ദ ബോക്സ് ബിലോ. അപ്പോൾ ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, ആ ബോക്സിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആ പാരഗ്രാഫിൽ കുറച്ച് വേർഡ്സ് ബോൾഡായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ബോക്സിലുള്ള വാക്കുകളുടെ മീനിങ്
താഴെ ആ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വാക്കുകളിൽ നിന്ന് കണ്ടുപിടിച്ച് അത് മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പം അതിൽ എല്ലാ വാക്കുകളും തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള വാക്കുകളാണ്. നിങ്ങൾക്ക് അറിയാത്ത ഒരു വാക്ക് എന്ന് പറയുന്നത് പ്രോട്ടഗോണിസ്റ്റ് ആണ്. പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കഥയിലെ നായകൻ അല്ലെങ്കിൽ നായിക, ഹീറോ അല്ലെങ്കിൽ ഹീറോ. ലെറ്റ് us start the lesson. When I was a girl of about 12, I used to stay in a village in North Karnataka with my grandparents. Those days, the transport system was not very good, so we used to get the morning newspaper only in the afternoon. The weekly magazine used to come one day late. All of us would wait eagerly for the bus, which used to come with the purpose, weekly magazines and the post. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഈ പെൺകുട്ടി ചെറുതായിരുന്നപ്പോൾ നോർത്ത് കർണാടകയിലെ ഒരു വില്ലേജിൽ ഗ്രാൻഡ് പേരൻസിനോടൊപ്പമാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു? ബസ് വളരെ കുറവായിരുന്നു, ട്രാൻസ്പോർട്ട് സിസ്റ്റം വളരെ കുറവായിരുന്നു അല്ലേ? അതുകൊണ്ട് അവർക്ക് സാധാരണ രാവിലെ നമുക്കൊക്കെ കിട്ടുന്ന ന്യൂസ് പേപ്പർ അവർക്ക് ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക് ശേഷമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ വീക്ക്ലി മാഗസിൻ, ആഴ്ചയിൽ ഒന്ന് വരുന്ന മാഗസിന് ആണെങ്കിൽ അവർക്ക് ഒരു ദിവസം താമസിച്ചാണ് കിട്ടിയിരുന്നത്. അപ്പം ഈ ന്യൂസ് പേപ്പർ കിട്ടാനും മാഗസിൻ കിട്ടാനും ഒക്കെ അത് കൊണ്ടുവരുന്ന ബസ്സിന് വേണ്ടിയിട്ട് കുട്ടികൾ വളരെ അക്ഷമയോടെ, ആകാംക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ അവർക്കുള്ള പോസ്റ്റ് ലെറ്ററുകളും മറ്റ് പോസ്റ്റൽ സംവിധാനത്തിലൂടെ വരുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുമായിരുന്നു. അതിനുവേണ്ടി അവർ കാത്തിരിക്കുമായിരുന്നു. At that time, Triveni was a very popular writer in the Kannada language. She was a wonderful writer. Her style was easy to read and very convincing. Her stories usually dealt with complex psychological problems in the lives of ordinary people and were always very interesting. അക്കാലത്ത് കന്നഡയിലെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയായിരുന്നു ത്രിവേണി. അവരൊരു വളരെ വണ്ടർഫുൾ റൈറ്റർ ആയിരുന്നു. അവരുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതും വിശ്വസനീയമായ രീതിയിലാണ് അവർ എഴുതിയിരുന്നത്. അതുപോലെ അവരുടെ കഥകളിൽ സാധാരണയായിട്ട് സാധാരണ മനുഷ്യരുടെ സങ്കീർണമായ വൈകാരിക പ്രശ്നങ്ങളെയൊക്കെ വളരെ രസകരമായിട്ട് അവർ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ കന്നഡ ഭാഷയുടെ ഒരു ദൗർഭാഗ്യം എന്ന പോലെ 40-ാം വയസ്സിൽ വളരെ നേരത്തെ ചെറുപ്രായത്തിൽ അവർ മരിച്ചു. എങ്കിലും ഇന്നും ആളുകൾ അവരുടെ നോവലുകൾ വായിക്കുകയും അതിനെ പ്രശംസിക്കുകയും ചെയ്യുന്നു. One of her novels called Kashi Yatra was appearing as a serial in the Kannada weekly Karma Veera then. It is the story of an old lady and her ardent desire to go to Kashi or Varanasi. Most Hindus believe that going to Kashi and worshipping Lord Vishweshwara is the ultimate punya. This old lady also believed in this, and her struggle to go to there was described in that novel. In the story, there was also a young orphan girl who falls in love, but there was no money for the wedding. In the end, the old lady gives away all her savings without going to Kashi. She says, the happiness of this orphan girl is more important than worshipping Lord Vishweshwara at Kashi. അക്കാലത്ത് ത്രിവേണി എന്ന ഈ എഴുത്തുകാരി കർമ്മവീര എന്നൊരു കന്നഡ വീക്കിലിയിൽ കാശി യാത്ര എന്നൊരു നോവൽ എഴുതിയിരുന്നു. അത് ഓരോ ആഴ്ചയിലും ഓരോ ലക്കമായിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ ഈ കഥ എന്ന് പറയുന്നത് കാശി അല്ലെങ്കിൽ വാരണാസിയിൽ പോയി വിശ്വേശ്വരൻ അല്ലെങ്കിൽ ശിവനെ ദർശിക്കാനുള്ള ഒരു പ്രായമായ സ്ത്രീയുടെ അങ്ങേയറ്റത്തെ ആഗ്രഹത്തെക്കുറിച്ചായിരുന്നു. അപ്പം നമുക്കറിയാം, ഹിന്ദു വിശ്വാസം അനുസരിച്ച് കാശിയിൽ പോയി അല്ലെങ്കിൽ വാരണാസി അതുപോലുള്ള പുണ്യസ്ഥലങ്ങളിൽ പോകുന്നതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം എന്നവർ വിശ്വസിച്ചിരുന്നു.
ഈ പ്രായമായ സ്ത്രീയും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും അതിനായിട്ട് അവർ തന്നാൽ കഴിയുന്ന വിധമെല്ലാം പണം സമ്പാദിക്കുകയും ചെയ്തു. എന്നാൽ പെട്ടെന്ന് കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നു. അവരൊരു ഓർഫൻ, അനാഥയായ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. അപ്പോൾ ആ പെൺകുട്ടി ഒരാളുമായി ഇഷ്ടത്തിലാണ്, പക്ഷെ വിവാഹം കഴിക്കാൻ പണമില്ല. അപ്പോൾ ഈ ഓൾഡ് ലേഡി എന്ത് ചെയ്യുന്നു, തൻ്റെ കയ്യിലുള്ള പണം ആ പെൺകുട്ടിയുടെ വിവാഹത്തിനായിട്ട് കൊടുക്കുന്നു. എന്നിട്ട് അവർ പറയുകയാണ്, ഈ ഓർഫനായ അനാഥയായ പെൺകുട്ടിയുടെ സന്തോഷം കാണുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്നെ സംബന്ധിച്ച് കാശിയിൽ പോയി വിശ്വേശ്വരനെ അല്ലെങ്കിൽ ശിവനെ ദർശിക്കുന്നത് എന്ന് അവർ പറയുകയാണ്. അപ്പോൾ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതോടൊപ്പം ഗ്രാമർ പോർഷനും റൈറ്റിങ്ങും ഒക്കെ നമുക്ക് ഓരോരോ ക്ലാസ്സുകളിലായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.